പിന്നെ ഇനി വമാനജിസബി ഗൈരിഹിമ, അതിനു മുമ്പ് അവിടെ ലിഅന്ന ലിൽ മുസ്തഹീലി ഫിൽ ബാത്തിനി ഹുക്കുമൽ മുസ്തഹാലി ഇലൈഹി എന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ താഹിറിലേക്കാണ് ഇസ്തിഹാലത്ത്, അങ്ങനെ താഹിറിലേക്കല്ലല്ലോ നജസിലേക്കല്ലേ ഇസ്തിഹാലത്താകുന്നത്. അതായത് ആമാശയത്തിലെത്തിക്കഴിഞ്ഞാൽ എന്തായി, അത് പിന്നെ ഛർദ്ദിച്ചാൽ തന്നെ എന്താണ് നജസാണെന്നല്ലേ. അപ്പോൾ പിന്നെ ഈ ലിഅന്നലിൽ മുസ്തഹീലി ഫിൽ ബാത്തിനി ഹുക്കുമൽ മുസ്തഹീലി ഇലൈഹി എന്ന് പറഞ്ഞത് നജസായ പാലാണെങ്കിലും എന്താണ് കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. അതിനില്ലത്താ എന്ന് പറഞ്ഞാൽ ആദമീന്റെ പാല കുടിച്ചത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് താഹിറായ പാലാണ്. പക്ഷെ ആ മുസ്തഹീലിന് എന്തിന്റെ ഹുക്കുമാ? ബാത്തിനിൽ വെച്ച് ഇസ്തിഹാലത്ത് ചെയ്യുന്ന ആ വസ്തുവിന് മുസ്തഹാലി ഇലൈഹിന്റെ ഹുക്കുമാണ്. മുസ്തഹാലി ഇലൈഹി നജസാണല്ലോ. അപ്പോ എന്താണ് ഈ കുടിക്കുന്ന സാധനം എന്തായാലേ ആദമീന്റെ പാലാണെങ്കിലും നജസായ പാലാണെങ്കിലും അങ്ങെത്തിയിട്ട് മാറുന്നത് നജസിലേക്കല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തായി, പിന്നെ മുസ്തഹാല് ഇലൈഹിന്റെ ഹുക്കുമാണുള്ളത് മുസ്തഹീലിന്. അപ്പൊ കുടിക്കുന്നത് താഹിറാണോ നജസാണോ എന്നുള്ള വ്യത്യാസമില്ല എന്നാ. അങ്ങനെയാണ് ഇല്ലത്ത്. ഇനി ഒമാ നജിസബി ഗൈരിഹിമ, ഇത് രണ്ടും അല്ലാത്തതെന്ന് പറഞ്ഞാൽ ആ പിന്നെ കെൽബ് പോലത്തിന്റെയും എന്ന പോലെ സബിയും അത് രണ്ടും അല്ലേ പറഞ്ഞത്, ബൗല് പോലത്തും. അത് രണ്ടും അല്ലാത്തതെന്ന് പറയുമ്പോൾ ആ രണ്ടിന്റെ അത് രണ്ട് നൗ ആണല്ലോ. അതുകൊണ്ട് അതിൽ മുഗല്ലദി വൽ മുഖഫഫി എന്ന് പറഞ്ഞത്. അല്ലാതെ നേരത്തെ മത്തിനിൽ എന്താണ് മുഗല്ലദ് മുഖഫഫ് എന്ന് പറഞ്ഞിട്ടില്ല. അതിലേക്ക് നേരെ ലമീർ അടക്കാൻ, അത് മഅന കൊണ്ട് ലമീർ അടക്കിയതാ. അത് രണ്ടും അല്ലാത്തത് കൊണ്ട് നജസായാലും അങ്ങനെ മൂന്നിനാണല്ലോ നജസ്. ഇല്ലം യക്കുൻ, അപ്പൊ അവിടെ രണ്ട് രൂപം ഉണ്ടാവും. ഇല്ലം യക്കുൻ ഐനുൻ കഫാ ജരിയുൽ മായി, അവിടെ ഐനായ നജസ് ഇല്ലെങ്കിൽ വെള്ളം ഒലിച്ചാൽ മതി. വൈങ്കാനത്ത് ആ ഐനുണ്ടെങ്കിൽ വജബ ഇസാലത്തു താമി വല, അതിന്റെ രുചി നീക്കൽ നിർബന്ധമാണ്. പിന്നെ വലായലുറു ഫിൽ ഹുക്കുമി ബി തുഹ്രിൽ മഹല്ലി ഹഖീഖത്തൻ ബഖാഉ ലൗനിൻ നൗരിഹിൻ അസുറ സവാലുഹു എന്ന. അപ്പൊ മഹല്ല് ശുദ്ധിയായി എന്ന ഹുക്കുമ് വരാൻ എന്ത് ബാക്കിയായതുകൊണ്ട് കുഴപ്പമില്ല. പ്രയാസമുള്ള രീഹോ ലൗനോ, നീങ്ങൽ പ്രയാസമായ രീഹോ ലൗനോ ബാക്കിയുള്ളത് കൊണ്ട് കുഴപ്പമില്ല. താഴ്മ ബാക്കി ഉണ്ടായാൽ പറ്റൂല, അത് പൂർണ്ണമായി നീക്കി തന്നെ മതിയാവുള്ളൂ. അപ്പൊ ഇങ്ങനെ എന്താണ്, ഇതല്ലാത്ത നജസാവുമ്പോ ഐനിയത്തും ഉണ്ട് ഹുക്കുമീയത്തും ഉണ്ട്. അതാ ഇല്ലം യക്കുൻ ഐ യൂജദു ഫീഹി എന്നർത്ഥം പറഞ്ഞു. എന്താ കാന ഇവിടെ താമാണ് എന്നർത്ഥം, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്നാ. ആ മാനജിസയിൽ ഇല്ലെങ്കിൽ, ഫീഹിന്റെ ലമീർ മാനജിസയാ, മുത്തനജിസായ മഹല്, അതിലില്ലെങ്കിൽ എന്താണ് ഐനുൻ ഇല്ലാതിരിക്കൽ. എങ്ങനെ ബിയങ്കാനല്ലതീ നജ്ജസഹു ഹുക്കുമിയ്യത്തൻ, ആ മഹലിനെ നജസാക്കിയ വസ്തു തന്നെ ഹുക്കുമിയ്യത്താണ്. അപ്പൊ ഉണ്ടാവൂല അല്ലതീ നജ്ജസഹു ഹുക്കുമിയ്യത്തൻ വഹിയല്ലത്തി ലാ തുഹിസ്സു ബി ബസറിൻ. ഹുക്കുമിയായ നജസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ബസർ കൊണ്ട് ഇഹ്സാസ് ഇല്ലാത്തത്, നോക്കിയാൽ കാണാത്തത്. വല ഷമ്മിൻ ഷമ്മു കൊണ്ടും വല ദൗക്കിൻ ദൗക്ക് കൊണ്ടും മണത്താലോ രുചിച്ചാലോ നോക്കിയാലോ ഒന്നും കാണാത്തതിനാണ് ഹുക്കുമിയായ നജസ് എന്നറിയാം. വല ഐനീയത്തു ഐനീയത്തായ നജസ് എന്ന് പറഞ്ഞാൽ നഖീലു ദാലിക്ക, ഇതിന്റെ നഖീലാണ്. അപ്പൊ ബസർ കൊണ്ടോ ഷമ്മു കൊണ്ടോ ദൗക്ക് കൊണ്ടോ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഇഹ്സാസ് ഉണ്ടായാൽ മതി, അറിയുമെന്നുണ്ടെങ്കിൽ അത് ഐനിയായ നജസ്. അപ്പൊ ഇതിനെ നജസാക്കിയത് ഹുക്കുമിയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ്, അവിടെ ഐനില്ല എന്നാ. പിന്നെ എന്ന് പറഞ്ഞാല് ഒരു മൂത്രം പറ്റി, അതെല്ലാം ഉണങ്ങിയെല്ലാം പോയി, അവിടെ ഇനി എന്തില്ല, അതിന്റെ നിറവും മണവും രുചിയൊന്നും ബാക്കിയില്ല. എന്നിട്ട് ഒരാൾ നനഞ്ഞ കാലുകൊണ്ട് അവിടെ ചവിട്ടി. ഇപ്പൊ എന്തായി, ഇവന്റെ കാല് നേസായല്ലോ. എന്നിട്ട് അപ്പൊ ഇവന്റെ കനഞ്ഞ നാലുകൊണ്ട് ചവിട്ടിക്കഴിഞ്ഞാൽ, നനഞ്ഞ കാലുകൊണ്ട് ചവിട്ടിക്കഴിഞ്ഞാല് അപ്പൊ ഇവന്റെ കാലില് മൂത്രത്തിന്റെ നിറവും മണവും രുചിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവന്റെ കാല് നൈസായി, അതാണ്. അപ്പൊ അതിനുണ്ടാവില്ല. അല്ല, മൂത്രം തന്നെ നേരെ ഇങ്ങോട്ട് പറ്റിയാൽ എന്താണ്, അതിനുണ്ടാവും. കഫ ജരിയുൽ മായി അല ദാലിക്കൽ മഹല്ലി ബിനഫ്സിഹി ഔ ഗൈരിഹി. എന്താണ് ജരിയുൽ മാ എന്ന, വെള്ളം ഒലിക്കുക എന്നാ പറഞ്ഞല്ലേ. ഇജ്റാ ഉൽ മാ എന്നല്ല പറഞ്ഞ, വെള്ളം ഒലിപ്പിക്കുക എന്നല്ല, ഒലിക്കുക എന്നാ.
അതാണ് ബിനഫ്സിഹി, ഒന്നി സ്വയം ഒലിക്കുക, മഴ പെയ്ത് വീണാണ് ഒലിച്ചാണ്, അല്ലെങ്കിൽ ഒബി ഗൈരിഹി, അല്ലെ വേറൊരാളെ കൊണ്ട് ഒലിക്കുക എന്നാണ്. അപ്പൊ വെള്ളം ഒലിപ്പിച്ചതാണ് എന്നർത്ഥം. അങ്ങനെ മനസ്സിലാകുന്നത്. എത്ര വട്ടം വെള്ളം ഒലിക്കണം? മറത്തിന് ഒരു വട്ടം വെള്ളം ഒലിച്ചാൽ മതി. ഇത് ലൈസ സമ്മ മായുസാലു. കാരണം എന്താ? അവിടെ ഇല്ല, മഹല്ലിലില്ല. ലൈസ സമ്മ മായുസാലു, നീക്കപ്പെടേണ്ട ഒന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ നിറമണോ രുചിയാണല്ലോ നീക്കപ്പെടുക, ഔസാഫല്ലേ, അതില്ല. വമിൻ ദാലിക, ഇനി ഹുക്മിയായ നജസ് കൊണ്ട് നജസായതിൽ പെട്ടതാണ്, അയിനില്ലാത്തതിൽ പെട്ടതാണ്. നജാസത്തുൻ ഹുക്മിയ്യത്ത് കൊണ്ട് മുത്തനജ്ജിസായതിൽ പെട്ടതാണ് സിക്കീനുൻ, കത്തി, വാള്, ഇങ്ങനത്തെയൊക്കെ. സുഖിയത്ത് നജസൻ, അത് ഊട്ടപ്പെട്ടു, നജസൻ നജസ് കൊണ്ട് ഊട്ടപ്പെട്ടു എന്ന് പറഞ്ഞാല് അതിങ്ങനെ ചൂടാക്കുമല്ലോ കത്തി. അപ്പൊ ചൂടാക്കിയിട്ട് ഇടക്കിടക്ക് വെള്ളത്തിൽ മുക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അത് അടിച്ചു വരുത്തുക. അപ്പൊ അതിന് മൂർച്ചക്കെടൽ അങ്ങനെയാണ്, ഇടക്കിടക്ക് വെള്ളത്തിൽ മുക്കും. അപ്പൊ ഈ വെള്ളത്തിൽ എന്ത് ചെയ്യും? നജസ് എന്താണ്, വിഷം കൂട്ടും. എന്നാൽ എന്താണ്, ഇതുകൊണ്ട് വെട്ടി മുറിഞ്ഞാല് എന്താവൂല, ആ മുറിവ് ഉണങ്ങൂല. അപ്പൊ അതാണ് അങ്ങനെ. ഒന്നില് എന്താണ്, മൂത്രം പോലത്തത് ഉപയോഗിച്ചിട്ട് ഊട്ടപ്പെട്ടു, സുഖിയത്ത് നജസൻ എന്ന് പറഞ്ഞത് അങ്ങനെ. അല്ലെങ്കിൽ നജസായ വിഷം, പാമ്പിന്റെ പോലത്തെ വിഷം ഉണ്ടല്ലോ, അങ്ങനത്തെ വിഷം കൂട്ടിയിട്ട് എന്താക്കി, തേളിന്റെ ഒക്കെ വിഷം പോലത്തത് കൂട്ടി, അത് നജസാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഊട്ടിയ വാള് എന്ന പോലെ. ഹബ്ബും പിന്നെ വിത്ത്, ധാന്യം. നുഖിഅ ഫി ബൗലിൻ, മൂത്രത്തിൽ കുതിർത്തു അതിനെ. അപ്പോ ചില വിത്തുകളൊക്കെ കുതിർത്തിട്ടാണല്ലോ എന്ത് ചെയ്യുക, വിതറുക. വിതക്കൽ അങ്ങനെയാണ്. അപ്പൊ വിതക്കുന്നതിന് മുമ്പ് കുതിർക്കുമ്പോൾ ചിലപ്പോൾ ചില വിത്തുകൾ ചാണകത്തിൽ കുതിർക്കും, ചിലത് മൂത്രത്തിൽ കുതിർക്കും. എന്തിനാണത്? അത് നല്ലപോലെ എന്താണ് മുളക്കാനും നല്ല അതായത് കൃഷിന്റെ വളത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഈ ചേനയൊക്കെ കണ്ടില്ലേ, ചാണകം പൊതിഞ്ഞ് ഉണക്കിയിട്ടാണല്ലോ പിന്നെന്ത് ചെയ്യുക, കുഴിച്ചിടുക. അങ്ങനെ. വലഹമുൻ, ഇറച്ചി. തുബിഹ ബിഹി, ആ നജസ് കൊണ്ട് പാചകം ചെയ്തു. ഇറച്ചി എന്താണ്, അല്ലെ ബൗലോ, ബിഹി എന്ന് പറഞ്ഞത് നജസ് അല്ലേ. ബിഹി എന്ന് പറഞ്ഞത് നജസ് കൂട്ടിയിട്ട് എന്താക്കിയത്, പാചകം ചെയ്തത്. അപ്പൊ അതിൽ കുറച്ച് കള്ളൊഴിച്ച് ഇവരൊക്കെ ചെയ്യുമല്ലോ അങ്ങനെ. അപ്പൊ അങ്ങനെ തുബിഹ ബിഹി ഫയതുഹുറു ബാത്തിനുഹ അയലൻ ബിസബ്ബിൽ മായി അലാ ലാഹിരിഹ. അപ്പൊ ഇത് ഹുക്മിയായ നജസാണ് എന്നുണ്ടെങ്കിൽ പിന്നെന്ത് മതി, വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു, മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതിയെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ മൂത്രത്തിൽ കുതിർത്ത വിത്ത് അത് പിന്നെ ഉണങ്ങി, എന്താണ് അതിൽ നനവില്ല, മൂത്രത്തിന്റെ നനവുണ്ടേ പറ്റൂലല്ലോ. അത് നേരത്തെ പറഞ്ഞ പോലെ ഹുക്മിയായ നജസായി നേരത്തെ ഉണങ്ങിയിട്ട് അതിന്റെ എന്താണ് നിറവും മണവും രുചിയൊന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. മറ്റേത് അങ്ങനെ തന്നെ, കത്തി ചൂടാക്കിയിട്ടാവുമ്പോ പിന്നെ അതെല്ലാം പോവുമല്ലോ. എന്ന പോലെ ഇത് പാചകം ചെയ്ത ഇറച്ചി പിന്നെ ഉണങ്ങിയിട്ട് എന്തായി, ആ നജസിന്റെ നിറവും മണവും രുചിയൊന്നും ബാക്കിയില്ലാത്തടത്തേക്ക് എത്തി. എന്നിട്ട് ഇനിയിപ്പോ അത് കഴുകുക. അപ്പൊ ഫയത്തുഹുറു ബാത്തിനുഹ അയലൻ ബിസൊബിൽ മായി അലാ ലാഹിര, പുറമെ വെള്ളം ഒഴിച്ചാൽ ഉള്ളും ശുദ്ധിയാവുന്ന. അയലൻ എന്ന് പറഞ്ഞാൽ ലാഹിർ ശുദ്ധിയാവും, അതുപോലെ ബാത്തിനും ശുദ്ധിയാവും. അപ്പോ വേറൊരു മസല, ഈ ആജുറ് എന്ന് പറഞ്ഞാൽ ഇഷ്ടികയാണല്ലോ, അത് നജസിൽ കുതിർത്തത്. ആജുറ് എന്താണ്, ഇഷ്ടിക. നുഖിഅ ഫി നജസിൻ, അത് നജസിൽ എന്ത് ചെയ്തു, കുതിർത്തു. അപ്പൊ അതിന്റെ ഉള്ളിൽ ശുദ്ധിയാവൂല, പുറം കഴിയാല, അതിന്റെ ഉള്ളും കൂടി എന്താക്കണോ, അത് പൊടിച്ചിട്ട് ഉള്ളു കഴുകണം. അപ്പൊ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ആജുറ് നോക്കട്ടെ. ആജുറ് എന്നത്
ആജുർ എന്ന് പറഞ്ഞാൽ ഇഷ്ടിക എന്നേ അർത്ഥമുള്ളൂ. ഇനി ശേഷം ലബിന് വരുന്നുണ്ട്, ഖസഫും വരുന്നുണ്ട്. ലബിന് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂളക്ക് വെക്കാത്ത ഇഷ്ടികക്ക. ഖസഫ് എന്ന് പറഞ്ഞാൽ ചൂളക്ക് വെച്ച് ചുട്ട ഇഷ്ടികക്കോ പറയാം. അതായത് പഴയ കാലത്തൊക്കെ ഈ മണ്ണിന്റെ ഇഷ്ടിക കൊണ്ട്, മൺകട്ട കൊണ്ട് വീടുണ്ടാക്കുമല്ലോ, അതിനാണ് ലബിന് എന്ന് പറയാം. പിന്നീട് ഈ ഓട് ചുടും പോലെ എന്താണ് ഇഷ്ടിക, ചുട്ട ഇഷ്ടിക ഉണ്ടല്ലോ, അതിനാണ് ഖസഫ് എന്നറിയാം. ആജുർ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ എന്നാ മനസ്സിലാകുന്നത്. അതിന് കൈത് കൊടുത്ത് കാണുന്നില്ല. അപ്പോൾ ചുട്ടാലും ചുട്ടില്ലെങ്കിലും. നുഖിയ ഫി നജസിൻ, അത് നജസിൽ കുതിർത്തു. ഫൈനല്ലാഹിറ അന്നഹു ലാബുദ്ദ മിൻ നഖഇഹി ഫീഹി. അപ്പം എന്ത് ചെയ്യണം? ലാഹിർ എന്തിന്? ഇത് ശുദ്ധിയാകണമെങ്കിൽ അന്നഹു ലാബുദ്ദ മിൻ നഖഇഹി, ആ ആജുറിനെ കുതിർത്തു വെക്കണം. ഫീഹി, വെള്ളത്തിൽ കുതിർത്തു വെക്കണം. എങ്ങനെ? ഹത്ത യുലന്ന ഉസൂലുഹു, ആ വെള്ളം എന്ത് ചെയ്യുക? എത്തി എന്ന് ലന്നിയ ലി ജമീഇ മാ വസല ഇലൈഹിൽ അവ്വലു. ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നജസ് അതെവിടൊക്കെ എത്തിയോ അവിടത്തേക്കൊക്കെ എന്താണ്? നനവെത്തി എന്ന രീതിയിലേക്ക് എത്തുന്ന പോലെ കുതിർത്തു വെക്കണം എന്നാണ് അവിടെ ആജുറിന്റെ മസല. മറ്റേതിന്റെ മസല അങ്ങനെയല്ല, പുറം കഴിയാൽ മതി, ഉള്ളിലേക്ക് എത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഫർക്കെന്താ? പിന്നെ ലാഹിറ എന്ന് പറഞ്ഞാൽ ഇത് ശുദ്ധിയാകണം എന്നുണ്ടെങ്കിൽ ലാഹിർ എങ്ങനെയാ? അപ്പൊ ഫർക്ക് യുഫറഖു ബി അന്നല്ലവ്വല, ആദ്യം പറഞ്ഞത് ഏതാദ്യം പറഞ്ഞത്? സിക്കീനും എന്ന പോലെ പിന്നെ ഹബ്ബും ലഹമും ഒക്കെ യുഷ്ബിഹു തഷറുബൽ മസാമി, അത് ഈ പറഞ്ഞ രോമകൂപത്തിലൂടെ വെള്ളം ഉള്ളിലേക്ക് വലിയുന്നതിനോട് തുല്യമാണ്. വഹുവ ലാ യുഅസ്സിറു, അത് എന്തില്ല? തഅ്സീർ ചെയ്യൂല. എന്ത്? തൻജീസിൽ തഅ്സീർ ചെയ്യൂല എന്നർത്ഥം. പിന്നെ അതായത് ഇപ്പോൾ ഒരുത്തന്നെ എന്താണ്? നല്ല ഉണങ്ങിയും എന്താണ് നല്ല വെയിലും ചൂടുള്ള സമയത്ത് ഇവന്റെ കാലിൽ മൂത്രം വീണപ്പോ അല്ലെ കയ്യിൽ ശരീരത്തെ മൂത്രമായപ്പോ എന്താണ്? അതിന് ഈ രോമകൂപത്തിൽ നിന്ന് ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുക. എന്നപ്പോ പുറം കഴിയാൻ മതിയല്ലോ, ഉള്ളിലേക്ക് കഴിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ തൻജീസിൽ തഅ്സീർ ചെയ്യൂല. തൻജീസിൽ മാത്രല്ല, നോമ്പുകാരൻ നോമ്പ് മുറിയൂലല്ലോ. അതാ കമാലോ നസല സായിമും ഫി മാഇൻ, നോമ്പുകാരൻ വെള്ളത്തിലിറങ്ങി. ഫഹസ്സ ബിഹി ഫി ജൗഫിഹി, അപ്പൊ വെള്ളത്തിന്റെ എന്താണ്? ആ വെള്ളത്തിനെ അറിഞ്ഞൂന്നാ. എങ്ങനെ തൊട്ടറിഞ്ഞു? ഫി ജൗഫിഹി, ഇവന്റെ ഉള്ളില്. ആ വെള്ളത്തിന്റെ തണുപ്പെന്ത് ചെയ്ത്? നല്ല ചൂടുള്ള സമയത്ത് എന്താണ്? നല്ല നോമ്പിന്റെ ക്ഷീണമുണ്ട്, വെള്ളത്തിലേക്ക് കണ്ട് ഇറങ്ങിയാൽ ഉള്ളിലേക്ക് വെള്ളം വലിയും രോമകൂമത്തിലൂടെ ഒക്കെ. അപ്പൊ അങ്ങനെ ഉള്ളിലേക്ക് പോയതുകൊണ്ട് എന്താണ്? ഇവന് നോമ്പ് കുറിയോ? ഇല്ലല്ലോ. അതാണ് ഹസ്സബിഹി ഫി ജൗഫി. അതേതുപോലെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എന്താണ്? പിന്നെ വെള്ളം തണുപ്പിക്കുമല്ലോ കുപ്പിയിലൊക്കെ വെച്ചിട്ട്. അപ്പൊ അതിന്റെ പുറത്തേക്ക് കണ്ടു വരൂലേ? ഉള്ളിലുള്ള വെള്ളം തന്നെയാണ് ഈ പുറത്തേക്ക് വരുന്നത്. അപ്പൊ എന്ന പോലെയാണ് വായിലൻ. അതിനും പുറമെ ഫബാത്തിനു തിൽക്ക, ആ വസ്തുക്കളുടെ ഉള്ള്. അപ്പൊ അത് ഉള്ളിലേക്ക് പോയ വിഷയമാണ് ഇപ്പൊ പറഞ്ഞത്. തഷറുബുൽ മസാമിനോട് തുല്യാണ്. ഇനി ആ വസ്തുക്കളുടെ, ആ സിക്കീനും അതിനോട് പറഞ്ഞ വസ്തുക്കളുടെ ഉൾഭാഗം യുഷ്ബിഹു അൽ അജുവാഫ, ജൗഫിനോട്, അത് മനുഷ്യന്റെ ജൗഫിനോട് ശിബുള്ളതാണ്. വഹിയ ലാ തഹാറത്ത അലൈഹ, ആ അജുവാഫ് അത് തത്ഹീറാക്കൽ നിർബന്ധമില്ല. ലാ തഹാറത്ത അലൈഹ കമാ നുസ്സ അലൈഹി, അതിന്റെ മേൽ നസ്സാക്കിയിട്ടുണ്ട്. ഏത്? ഈ അജുവാഫ് തത്ഹീറാക്കൽ നിർബന്ധമില്ല എന്നുള്ളത് നസ് വന്നിട്ടുണ്ടല്ലോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നസ്സുണ്ട്. ഇനി ബിഖിലാഫി നഹ്വിൽ ആജുരി, ആജുറ് പോലത്തതിനെതിരായിട്ട് ഫീഹിമ, ഇത് രണ്ടിലും ഈ രണ്ട് ശിബുഹും ഇല്ല. തഷറുബുൽ മസാമ് അതിനോടാണ് എന്നും അജുവാഫിനോടാണ് എന്ന് രണ്ടും പറയാനില്ല എന്നാ പറഞ്ഞത്. പിന്നെ അതിന് കാരണം എന്താന്ന് വെച്ചാല് ഈ ആജുറ് അവിടെ ആയിൽ മുഷാബഹത്തൈനി എന്ന് പറഞ്ഞിട്ട് ഷെർവാനി ഫീഹി നളറുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആജുർ അങ്ങനെ അല്ലാന്നിങ്ങനെ പറയാന്ന്. അതായത് സിക്കീന് എന്താണ്? അതിലെ ഹാജത്തിന് വേണ്ടിയാണ് എന്താ ആ നജസ് കൊണ്ട് എന്ത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ, വെട്ടിയാല് പിന്നെ അതുകൊണ്ട് മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ കത്തി കൊണ്ട് കുത്തിയാൽ ഏതായാലും ചെയ്യാനാണല്ലോ അത് ചെയ്യുക.
അപ്പം അത് മുറിവ് ഉണങ്ങാൻ പാടില്ല, അതിൻ്റെ വശം കയറിയിട്ട് ഓൻ ശരിയായി പോകണം. അങ്ങനെ എന്ന പോലെ നജസിൽ കുതിർക്കുന്ന ഹബ്ബ് എന്ന് പറഞ്ഞാൽ അത് അതിനാവശ്യത്തിന് ഞാൻ പറഞ്ഞില്ലേ, അത് ആ ഹബ്ബ് കൃഷിയുടെ ആവശ്യാർത്ഥം അങ്ങനെ ചെയ്യുക. ലഹമുൻ തുബിഹ ബിഹി എന്ന് പറഞ്ഞാൽ നജസ് കൂട്ടി പാചകം ചെയ്യുന്ന ലഹമ്, അതിപ്പോൾ എങ്ങനെയാണ്? അത് പാചകക്കാരോട് ചോദിക്കേണ്ടി വരും, അതെന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ഈ ആജുറിൽ പിന്നെ അങ്ങനെ അല്ല എന്നാണ് മനസ്സിലാകുന്നത്. ആജുറ് നൈസിലിട്ട് കുതിർക്കേണ്ട ആവശ്യം എന്താ? വെള്ളത്തിലിട്ട് കുതിർത്താ പോരെ? അതായിരിക്കും. അപ്പൊ അതിനോട് ശിബില്ല എന്ന് വരാന്. പിന്നെ അതുമല്ല, ഈ ആജുറ് ഈ രീതിയിൽ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം എത്തുന്ന രീതിയിൽ അത് ശുദ്ധീകരിക്കൽ എളുപ്പമാണല്ലോ. കത്തി എന്താക്കുക? കത്തി പൊടിക്കുകയെ. കത്തി പൊടിച്ചാൽ അതിന്റെ ഉള്ളിലേക്ക് എത്തും വെള്ളം. ഇല്ലല്ലോ, ഓരോ ജുസിന്റെയും ഉള്ളിലേക്ക് പിന്നെ എത്തൂലല്ലോ, ഇരുമ്പല്ലേ അതെത്തൂല. ഈ ഹബ്ബും എന്ന പോലെ ലഹമും ഒക്കെ അതിന്റെ ഉള്ളിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മസ്ലഹത്തിന് വേണ്ടിയാണ് ഈ ഹബ്ബ് കുതിർക്കുന്നത്. അത് നമുക്കറിയാം, ലഹമിന്റെ അത്ര മനസ്സിലാകുന്നില്ല. അപ്പൊ അതിന്റെ മസ്ലഹത്തിന് വേണ്ടിയാണെന്നുണ്ടെ പിന്നെ അതിന്റെ മസ്ലഹത്ത് നഷ്ടപ്പെട്ടു പോലെ. പിന്നെ വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞാൽ ആ ബൗലിൽ കുതിർത്തതിന്റെ ആ ഗുണം കിട്ടാതെ പോകുമല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ തഷ്ബീഹ് അവിടെ ഉള്ളത്. പിന്നെ ഇനി അതിന്റെ ബാക്കിയും കൂടി പറയുന്നുണ്ട്. വഫാറക്കനഹു സിക്കീന് ലബിനൻ, സിക്കീന് പോലത്തത് ലബിന് ഇഷ്ടികയോട് എന്ത് ചെയ്തു? എതിരായി. ഉജിന ബിമാഇൻ നജിസിൻ, നജസിൻ നജസായ മായി അല്ല നജിസിൻ മുത്തനജിസായ മായുമായി കൂട്ടി അത് കുഴച്ചു. അതിന്റെ മണ്ണ് കുഴച്ചത്. ലബിന് എന്ന് പറഞ്ഞാൽ ചൂളക്കിടാത്ത ഇഷ്ടികയാണല്ലോ. സുമ്മ ഹുരിഖ, എന്നിട്ട് പിന്നെന്ത് ചെയ്തു? അത് ചൂളക്ക് വെച്ചു. ഫഇന്നഹു ലാ യതുഹറു ബാത്തിനുഹു ബിൽ ഗസ്ലി, അതിന്റെ ബാത്തിന് ശുദ്ധിയാവൂല കഴുകിയാൽ. ഇല്ല ഇതാ ദുഃഖ വസാറ തുറാബൻ, അത് പൊടിക്കണം, അത് മണ്ണാകുകയും വേണം. ഔനുഖിയ, ഒന്നീ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ കുതിർക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഹത്ത വസലൽ മാഉ ലി ബാത്തിനിഹി ബിതയസ്സുരി റദ്ദിഹി ഇല തുറാബി വതസീരി നഖഇഹി ഫീഹി. കണ്ടോ, അത് ഫർക്കായത്. നേരത്തെ പറഞ്ഞ ആജുറാണ്, ഇത് ചൂളക്ക് ആ വെച്ച ഇഷ്ടിക. അങ്ങനെയാണ് ചൂളക്ക് വെച്ച എന്നിവിടെ പറഞ്ഞല്ലോ. അപ്പൊ അത് തേസീറു നഖഇ ഫീഹി, കുതിർത്താൽ എന്താവും? അതുകൊണ്ട് തേസീർ ഉണ്ടാവും. കത്തി വെള്ളത്തിലിട്ട് വെച്ചാൽ ഉള്ളിലേക്ക് വെള്ളമൊന്നും പോകില്ല. അതാ തുറാബിലേക്ക് മടക്കൽ എളുപ്പമാണ്. മറ്റേത് പൊടിച്ചു കഴിഞ്ഞാൽ ഇറച്ചി അല്ലാണ്ടായി പോയില്ലേ, അത് മുതൽ നശിച്ചു പോകും. ഇറച്ചി പീസായിട്ട് തന്നെ കിട്ടണ്ടേ പാചകം ചെയ്തത്. എന്നപോലെ ഹബ്ബ് പൊടിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയില്ലേ. കത്തി പൊടിച്ചിട്ടും കാര്യമില്ല, അതിന്റെ എല്ലാ ജ്യൂസിലേക്കും വെള്ളത്തിൽ കഴുകാൻ കഴിയുകയില്ല. അപ്പൊ അതാണ് പറഞ്ഞത്. പിന്നെ ബിഖിലാഫി തിൽക്ക, ആ വസ്തുക്കൾക്ക് തിൽക്ക എന്ന് പറഞ്ഞാൽ സിക്കീനും അതിന്റെ കൂടെ പറഞ്ഞതും. ഫഇന്നഫി റദ്ദി അജ്സാഇ ബഅലിഹ ഹത്താ തസീറ കത്തുറാബി, കാരണം അതിൽ ചിലതിന്റെ അജ്സാഇനെ റദ്ദ് ചെയ്യുക. അതിൽ ചിലത് എന്ന് പറഞ്ഞാൽ ആ സിക്കീന് തന്നെ, അത് മണ്ണ് പോലെ ആകും പോലെ അതിനെ റദ്ദ് ചെയ്യുക എന്നുള്ളതിലുണ്ട് മശക്കത്തൻ, താമത്തൻ, പൂർണ്ണമായ മശക്കത്തുണ്ട്. അത് സാധിക്കൂല. കത്തി പൊടിച്ചിട്ട് ഇതുപോലെ ഇരുമ്പിന്റെ കണിക പോലെ ആക്കുക, മണ്ണിന്റെ തരി പോലെ ആക്കുക എന്ന് പറഞ്ഞ പ്രയാസമുണ്ട്. വലയാ മാലിൻ എന്ന പോലെ ആ മുതല് നഷ്ടപ്പെടുത്തലും ഉണ്ട്, അത് പോയില്ലേ. എന്ന പോലെ അജ്സ ബഅലിഹ എന്ന് പറഞ്ഞു. ഫഇന്ന ബഅലഹ ഇന്ന ഫീ റദ്ദി അജ്സാഇ ബഅലിഹ എന്നല്ല, ഫീ റദ്ദിന്റെ മേലെത്തുക. അപ്പൊ ഫഇന്ന ബഅലഹ എന്നാവും. ലാ യുസ്സിറു ഫീഹി നഖഉ, നഖഅ് അതിൽ തസീർ ചെയ്യൂല എന്നാ. അപ്പൊ നഖഅ് തസീർ ചെയ്യാത്തതാണ് എന്ത് സിക്കീൻ എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ റദ്ദി അജ്സാഇ ബഅലിഹ എന്ന് പറഞ്ഞ ഏതിന്റെ മേൽ ഹംല് ചെയ്യണം? അത് ലഹമിന്റെയും എന്ന പോലെ പിന്നെ ഹബ്ബിന്റെയും മേൽ ഹംല് ചെയ്യണം. ആ ഹബ്ബും ലഹമും ഇതുപോലെ പൊടിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞതിൽ പ്രയാസമുണ്ട്. സാധിക്കുമെങ്കിലും
ലയാഉമാലിൻ അതെന്താണ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പൊ ആ ബഅലിഹ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഹാഷ്യക്കാർക്ക് ചില കലാമുണ്ട് അവിടെ. അത് പോകാൻ അങ്ങനെ ആക്കിയാൽ മതി. ഈ ബഅൽ എന്ന് പറഞ്ഞത് ഏതാണ്? അത് ഹബ്ബും എന്ന പോലെ ലഹമും. മറ്റേ തഹ്സീർ ഇല്ലാത്തത് സിക്കീന്. വൈൻ താല ആ നഖ എത്ര ദീർഘമായാലും ശരി നടക്കൂല, തഹ്സീർ ഉണ്ടാവില്ല. എത്ര കൊല്ലങ്ങളോളം എന്താണ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉള്ളിലേക്ക് വെള്ളം പോകില്ല. നസ്സ റളിയല്ലാഹു അൻഹു അലൽ അഫ്വി അമ്മാ ഉജ്ന മിനൽ ഖസഫി ബിനജസിൻ. എന്നാൽ ഇങ്ങനെ നജസ് കൊണ്ട് കൂട്ടിക്കലർത്തിയ ഖസഫ് ഉണ്ട്. ഖസഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തഹരീക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് ലബിനല്ല, അത് ഖസഫാണ്. അപ്പൊ ആ പറഞ്ഞ തന്നെ അതിന്റെ ഉള്ളിലുള്ളതിനെ തൊട്ട് അഫു ഉണ്ട് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ നസ് ഉണ്ട്. അപ്പൊ അത് ശുദ്ധി ആകണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ രണ്ടാലൊരു പണിയെടുക്കണം. പക്ഷേ എന്താണ് അവിടെ അഫു ഉണ്ട്, അതിന്റെ ഒരു പീസ് പോക്കറ്റിലിട്ട് നിസ്കരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതായത് അഫു അമ്മ ഉജ്ന മിനൽ ഖസഫി ബിനജസിൻ. അത് നജസുമായി എന്താണ് കൂട്ടി കുഴക്കാന്ന് പറഞ്ഞാൽ ഐ യുൽത്തറു ഇലൈഹി ഫീഹി. ആ എന്താണ് ഖസഫില് എന്തിലേക്ക് ആവശ്യമാണ്? ആ നജസിലേക്ക് ലറൂറത്തുള്ളതാണ്. അപ്പൊ ഈ ഖസഫിന്റെ ചില ഇനങ്ങൾ അങ്ങനെ ഉള്ളതുണ്ട്. ഖസഫ് എന്ന് പറഞ്ഞാല് ഖസഫ് അലുമിയ്യ് എന്ന് പറഞ്ഞൊരു ഇനമുണ്ട്. പിന്നെ ഖസഫ് സീനിയ്യ് എന്ന് പറഞ്ഞ പല ഇനങ്ങൾ കാണുന്നുണ്ട്. ഈ ഖസഫ് അലുമിയ്യ് എന്ന് പറയുന്നത് എന്താണ്? എല്ലിന്റെ കരിച്ചിട്ട് എല്ല് കരിച്ച റമാദ് ഉണ്ടല്ലോ, അതിന്റെ വെണ്ണീർ, അതിന്റെ ചാമ്പല്, അത് കൂട്ടി കുഴക്കുന്നതാണെന്ന് കാണുന്നുണ്ട്. അതിനെന്തോ പ്രത്യേക എന്താണ് ഗുണമേന്മ ഉണ്ടാവും. അത് അതിന്റെ ആൾക്കാരോട് ചോദിച്ചാലല്ലേ അറിയുള്ളൂ. നമുക്കിത് വായിക്കുന്നല്ലേ അറിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഇനം ഉണ്ട്. അതുകൊണ്ടാണ് ആ യുൽത്തറു ഇലൈഹി എന്ന് പറഞ്ഞത്. അത് ആ ഇനം ഉണ്ടാകാൻ ഖസഫ് ഉണ്ടാകണമെങ്കിൽ അത് അതിനാവശ്യമാണ്. അപ്പൊ അതിനെത്തൊട്ട് അഫുണ്ട്. അപ്പൊ മുത്തലക്ക് ഖസഫിനെ തൊട്ട് അഫുണ്ട് എന്നല്ല. അപ്പൊ ഈ ഫുഖഹാ നൈസ് കൂട്ടി എന്താണ് പാചകം ചെയ്തു എന്ന് പറഞ്ഞതേ, അത് അതുപോലത്തെ എന്തോ ഒരു ആവശ്യമുള്ള സംഗതിയാ. പിന്നെ ഫീഹി വഅത്തമദഹു കസീറൂൻ. ആ പിന്നെ അഫുണ്ട് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നസ്സിനെ ഇത്തിമാദ് ചെയ്തു കസീറൂൻ. വഅൽഹഖു ബിഹിൽ ആജുറൽ മഅജൂന ബിഹി. അപ്പൊ ഈ എന്താണ് ഇപ്പറഞ്ഞ ലറൂറത്തുള്ള ഖസഫ് ഉണ്ടല്ലോ, അതിനോട് ചേർത്തിട്ടുണ്ട് നജസ് കൊണ്ട് കുഴച്ചതായ ആജുർ എന്ന് പറഞ്ഞാൽ അതിന്റെ കളിമണ്ണ് കുഴക്കല് എന്താണ് നജസ് കൂട്ടിയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? യുൽത്തറു ഇലൈഹി എന്ന് പറഞ്ഞ കൈത് കൊടുക്കണം. അപ്പൊ അതിലും എന്താണ് ആ ഇനങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ്. ഇനി വൈങ്കാനത്ത് ഐനുൻ ഫീഹി മിൻ ഗൈരിഹിമ. പിന്നെ അപ്പോ ഐനുണ്ടെങ്കിൽ ഫീഹി ആ മഹല്ലില് മുത്തനജിസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മിൻ ഗൈരിഹിമ എന്തിൽ നിന്നുള്ള ഐന്? നേരത്തെ പറഞ്ഞ രണ്ടും അല്ലാത്തതിനുള്ള ഐന്, അതായത് മുഗല്ലദും മുഖഫഫും അല്ലാത്തതിന്റെ ഐനുണ്ടെങ്കിൽ എന്നല്ല, ബൽ ഔ മിൻ അഹദിഹിമ അല്ല അതിന്റെ ഐനുണ്ടെങ്കിലും വജബ ഇസാലത്തു താമി എന്നാ. അപ്പോ എന്താണ് മുഖഫഫായ കുട്ടീന്റെ മൂത്രം അവിടെ ഐനുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ? താഴ്മ നീക്കണം. എന്നപോലെ മുഗല്ലദായ നജസാണ്, നായന്റെ കാഷ്ടാണ്, ഐനുണ്ട്, എന്നാൽ എന്താകണോ? താഴ്മ നീങ്ങോളം ഐനിനെ നീക്കണം എന്നർത്ഥം. അത് അലൽ ഔജഹി ഫിൽ മുഖഫഫത്തി. മുഖഫഫത്തില് ഐന് നീക്കണോ വേണ്ടേ എന്നുള്ളതിൽ അതാ മിന്ന ഹദീമ എന്ന് പറഞ്ഞാൽ മുഖഫഫത്തില് ഖിലാഫുണ്ട്. അതിൽ ഔജഹ് അങ്ങനെയാണ്. വല്ലിക്തിഫാഉ ബിൻ നലഹി. അപ്പൊ അങ്ങനെ ആകുമ്പോ നലഹ് കൊണ്ട് മതിയാക്കുന്നല്ലേ പറഞ്ഞത്. ഔജഹ് അനുസരിച്ച് താഴ്മ നീങ്ങോളം എന്താകണം? താഴ്മ നീക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നലഹ് മതിയാവൂല, കഴുകൽ വേണമെന്നല്ലേ വരിക. അപ്പൊ അതിന് മറുപടി പറയുന്നു വല്ലിക്തിഫാഉ ബിൻ നലഹി ഫിഹ. മുഖഫഫത്തില് നലഹ് കൊണ്ട് മതിയാക്കുന്ന ഇന്നമാഹു അലിൽ ഗാലിബി മിൻ സവാലി ഔസാഫിഹ ബിഹി. അണ്ടോ ആ മുഖഫഫത്തിന്റെ ഔസാഫുകൾ നീങ്ങും എന്ന ഗാലിബ് കൊള്ള നോക്കിയിട്ടാണ്. ഗാലിബിന് വേണ്ടിയാണ്. എന്തുകൊണ്ട് നീങ്ങും? ബിഹി ആ നലഹ് കൊണ്ട് നീങ്ങും എന്നത് കൊള്ള നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഐനുണ്ടെങ്കിൽ വജബ ഇസാലത്തു താമി, വജബ ബഅദ സവാലി ഐനിഹ. ഐന് നീങ്ങിയതിന് ശേഷം ഇസാലത്തു താമി. അപ്പോ നേരത്തെ ഐനീയത്തായ നജസ് എന്ന് പറഞ്ഞാല് താഴ്മോ അതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഐനീയത്തായ നജസ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഐന് നീങ്ങുക എന്ന് പറഞ്ഞാൽ പിന്നെന്താ? അപ്പൊ ഈ സവാലു ഐനിഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അപ്പറഞ്ഞ ഐനല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ബഅദ സവാലി ഹ എന്ന് പറയാതെ സവാലി ഐനിഹ എന്ന് പറഞ്ഞ്.
ലമീർ പറയാതെ ബാരിസാക്കി അതിനാ സവാലി അയിനിഹ എന്ന് പറഞ്ഞാൽ അതിനുകൊണ്ട് ഉദ്ദേശം ജിർമ് എന്നർത്ഥം. അതിന്റെ തടി ആ ജിർമ് നീങ്ങിയതിന് ശേഷം എന്ത് ചെയ്യണം? ആ ഇസാലത്തു താമി, അതായത് ജിർമും വസ്ഫും ആണല്ലോ ഉണ്ടാകുക. വസ്ഫു 3 എണ്ണല്ലേ? താമ്, അതുപോലെ ഷമ്മ്, പിന്നെ എന്താണ് താമ്, ലൗന്, റീഹ് അല്ല താമ്, ലൗന്, രീഹ്, ഇത് 3 ഔസാഫ്. അപ്പൊ ജിർമ് നീങ്ങിയതിന് ശേഷം ഇത് നിർബന്ധമാണ് ഔസാഫ്. ഇസാലത്തു ഔസാഫിഹ മിനത്താമി. പിന്നെ വൈൻ ആസുർ, അത് പ്രയാസാണെങ്കിലും. പിന്നെ ലി അന്ന ബഖാഅഹു ദലീലുൻ അല ബഖാഇൽ ഐനി, താമ് വാക്കിയുണ്ടെങ്കിൽ അതിന് വാക്കിയുണ്ട് എന്നാ, അപ്പോ അത് നീക്കണം. വല്ലൗജഹു ജവാസു ദൗഖിൽ മഹല്ലി, അപ്പോ ഒരുത്തന് ഇഷ്കാലായാൽ അവിടെ രുചി നോക്കാൻ പറ്റുമോന്ന്, ബാക്കിയുണ്ടോ ഇല്ലെന്ന് വസ്വാസായിപ്പോയി. അതെ, അത് മഹല്ല് ദൗഖിയൽ ജായിസാണ്. ഇതാ ഗലബ അല ദന്നിഹി സവാലു താമിഹി ലിൽ ഹാജത്തി. അപ്പൊ കഴുകിയതിന് ശേഷമേ പറ്റുള്ളൂ, കഴുകുന്നതിന് മുമ്പ് എന്താണ് രുചിച്ചു നോക്കാൻ പറ്റൂല. ആവശ്യമുള്ളത് കൊണ്ട് അത് പറ്റും എന്നാ. അതാണ് എന്താണ് ബഅദ അല ഇദാ ഗലബ അലാ ദന്നിഹി സവാലു താമിഹി എന്ന് പറഞ്ഞത്. വലാ യദുറു ഫിൽ ഹുക്മി ബിതുഹ്രിൽ മഹല്ലി ഹഖീഖത്തൻ, ഹഖീഖത്തിൽ മഹല്ല് താഹിറാണ് എന്ന് ഹുക്മു കൊടുക്കുന്നതിൽ ദററല്ല. ബഖാഉ ലൗനിൻ ഔ റീഹിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഹഖീഖത്തിൽ മഹല്ല് തുഹൂറാണ്, തുഹൂറാണ്, ശുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ എന്തിനാ ഹഖീഖത്തൻ എന്ന് പറഞ്ഞത്? അതായത് ചിലപ്പോൾ ഈ അഫുണ്ട് എന്നർത്ഥത്തിന് എന്ത് പറയും? ശുദ്ധിയാണെന്ന് പറയാം, അതല്ലത് എന്നർത്ഥം. അപ്പൊ ഹഖീഖത്തിൽ നേസായിരിക്കും, പക്ഷെ അഫുണ്ട് അത് പറയും, അതല്ലത്. അതിനാണ് ഹഖീഖത്തൻ എന്ന് പറഞ്ഞത്. ബഖാഉ ലൗനിൻ ഔ റീഹിൻ യുദ്റഖു ബിശമ്മിൽ മഹല്ലി ഔ ബിൽ ഹവാഇ. അത് റീഹ് എന്ന് പറഞ്ഞത് ഒന്നിൽ മഹല്ലിനെ ഷമ്മി ചെയ്ത് നോക്കി, മണത്ത് നോക്കി, അല്ലെങ്കിൽ കാറ്റടിച്ചിട്ട് ഇവൻ അറിയുന്നുണ്ട്, അങ്ങനെ എങ്ങനെയായാലും മതി. ലാഹിറുൻ അന്നഹു ബഅദ ലന്നി തുഹരി ലാ യജിബു ഷമ്മുൻ വലാ നളറുൻ. കണ്ടോ, ഷമ്മും എന്ന പോലെ നളറും. നളർ എന്ന് പറഞ്ഞാൽ നിറം കാണണമെങ്കിൽ നോക്കണ്ടേ, അത് നിർബന്ധം ഇല്ലാന്നാ. ഗലബത്തുണ്ടായാൽ മതി, ലന്ന് തുഹറുണ്ടായാൽ മതി, അതിനുശേഷം അത് നിർബന്ധമില്ല. പക്ഷേ നിർബന്ധമില്ലെങ്കിലും നാം യംബഗി സന്നുഹുന, അത് സുന്നത്തുണ്ട് ഇവിടെ. ഷമ്മും നളറും സുന്നത്തുണ്ട് ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ തഹീറുൻ നജാസത്തിന്റെ അവിടെ. ഇസ്തിൻജാന്റെ അവിടെ സുന്നത്തില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ല ശേഷം പറയുന്നുണ്ട് ഇസ്തിൻജാ കഴിഞ്ഞോ? അതെ കഴിഞ്ഞല്ലോ. അപ്പൊ ഇസ്തിൻജാന്റെ അവിടെ എന്ത് സുന്നത്തില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാ ഹുന എന്ന് പറഞ്ഞ ഇവിടെ. ഫഉലിമ അന്നഹു ലൗ സാല ഷമ്മുഹു ഔ ബസറുഹു ഖിൽഖതൻ. അപ്പോ നിർബന്ധം ലാ യജിബു ഷമ്മുൻ വലാ നളറുൻ എന്നതിന്റെ മേൽ തഫ്രീയായിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞു അന്നഹു ലൗ സാല ഷമ്മുഹു, ഇവന്റെ ഷമ്മ് എന്ന് പറഞ്ഞാല് ഖുവ്വത്തു ഷമ്മ് എന്നർത്ഥം, മണത്തറിവ് അറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. ഔ ബസറുഹു, അല്ല ഇവന് കാഴ്ച നഷ്ടപ്പെട്ടു. ഖിൽഖതൻ, ഇല്ല, എങ്ങനെ സൃഷ്ടി ജന്മനാ ഇല്ല. ഔലിയ ആരിലിൻ, അല്ലെ പിന്നീട് ഇല്ലാതായതാണ്, ആരിലിന് വേണ്ടി ഇല്ലാതായാണ്. ലം യൽസംഹു സുആലു ഗൈരിഹി, മറ്റൊരുത്തനോട് ചോദിക്കൽ നിർബന്ധമില്ല. എന്ത്? അൻ യശുമ്മ ഔ യൻദുറ ലഹു, ഈ മഹല്ല് മണത്ത് നോക്കുക, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിറണ്ടോ നോക്കുക. ലഹു, ഇവന് വേണ്ടി അങ്ങനെ ചെയ്യാൻ മറ്റൊരാളോട് ആവശ്യപ്പെടേണ്ടത് നിർബന്ധമില്ല എന്നാണ്. ഇത് ബഖാഉ ലൗനിൻ ഔ റീഹിൻ, രണ്ടാലൊന്ന്. അസുറ സവാലുഹു എന്ന, അത് നിങ്ങൾ പ്രയാസായി, അങ്ങനത്തത് ചെയ്യേണ്ട ആവശ്യമല്ല. അസുറ സവാലു, അത് വലവുമി മുഗല്ലദിൻ്റെതാണെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടിയല്ലത്. ഔമിൻ അഹദിഹിമ എന്ന് പറഞ്ഞപ്പോൾ മുഗല്ലദ് ഇവിടെ മസലയിൽ വന്നല്ലോ. അപ്പൊ അതിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. നായന്റെ രക്തം പറ്റി നിറം ബാക്കിയുണ്ട്, കുഴപ്പമില്ല. ബിഅല്ലം തതവഖഫ് ഇസാലത്തുഹു അലാ ഷൈഇൻ, അതാ. പിന്നെ അസുറ സവാലുഹു എന്ന് പറഞ്ഞതിന്റെ രൂപം പറയുന്നു, നീക്കൽ പ്രയാസമാണ്. എങ്ങനെ? ബിഅല്ലം തതവഖഫ് ഇസാലത്തുഹു, ആ ലൗന് അല്ലെങ്കിൽ റീഹിനെ നീക്കൽ തവക്കുഫാക്കുന്നില്ല, ആശ്രയിക്കുന്നില്ല. അലാ ഷൈഇൻ, ഒരു വസ്തുവിനെയും ആശ്രയിക്കുന്നില്ല. ഒരു വസ്തുവിനെയും ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആശ്രയിക്കാതെ നീങ്ങും എന്നല്ല അതിന്റെ അർത്ഥം. ആശ്രയിച്ചാലും നീങ്ങൂല എന്ന്, അങ്ങനെ അതിന്റെ അർത്ഥം. എന്നാലല്ലേ അസുറ സവാല്, എന്തുപയോഗിച്ചാലും കാര്യമില്ല, അത് പോകൂല എന്നർത്ഥം. അങ്ങനെയാവുമ്പോ അസുറ സവാല്. ഔ തവക്കഫത്ത് അലാ നഹ്വി സാബൂനിൻ, അല്ലെങ്കിൽ അതിന്റെ ഇസാലത്ത് ആശ്രയിക്കുന്നു. എന്തിന്? സാബൂൻ പോലെ തന്നെ ആശ്രയിക്കുന്നു. വലം യജിദുഹു, ഇവനാണെങ്കിൽ സോപ്പ് കിട്ടാനുമില്ല. അപ്പൊ എന്തായി? അസുറ സവാലുഹു ആയി. ഫീമാ യദ്ഹറു ലിൽ മശക്കത്തി, അവിടെ പ്രയാസമുള്ളത് കൊണ്ട്. ലായലുറു എന്ന് പറഞ്ഞാൽ ഇല്ലത്താണ്. ലിൽ മശക്കത്തി
ഫൈൻ വജദഹു, അപ്പോ ഇവൻ ആ സോപ്പ് കിട്ടിയാലോ? ഐ എങ്ങനെ സോപ്പ് കിട്ടിയത്? ഐ ബി സമനി മിസിലിഹി, അതിന്റെ സാധാരണ വിലക്ക് കിട്ടണം. ആ വില തന്നെ ഫാദിലൻ, ആ സമന് തന്നെ ഫാദിലൻ അമ്മ യുഴ്ത്തബറു ഫിത്തയമ്മുമി ഫീമാ യദ്ഹറു അയ്ലൻ. അതും ബഹ്സാണ്. പിന്നെ അപ്പോ ഫാദിലായ നിലയിൽ, അധികമായ നിലയിൽ എത്തിക്കണം. തയമ്മത്തിൽ പരിഗണിക്കുന്ന ഒന്നിനേക്കാൾ ഫാദിലായ നിലയിൽ എത്തിക്കണം. അതായത് തയമ്മത്തിൽ വെള്ളം വാങ്ങൽ നിർബന്ധമാണെന്ന് പറഞ്ഞല്ലോ, വെള്ളം ഉണ്ടെങ്കിൽ തയമ്മം ചെയ്യാൻ പറ്റൂലെന്ന്. അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബി ജാമി അന്ന കുല്ലം ഫീഹി തഹ്സീല വാജിബിൻ. അപ്പൊ തയമ്മോ ഇതുമായിട്ട് എന്താ വ്യത്യാസം? ആ ഫീമാ യദ്ഹറു അയ്ലൻ എന്ന് തയമ്മത്തിൽ പരിഗണിക്കും പോലെ എന്ന് പറഞ്ഞല്ലോ. അതിന് കാരണം പറയാം ബിജാമി അന്ന കുല്ലൻ ഫീഹി, ഈ തയമ്മവും എന്ന പോലെ ഇവിടെ എന്താണ് ഈ പിന്നെ ലൗനും രീഹും നീക്കാൻ സ്വാബുന് വാങ്ങുന്നതും ഇത് രണ്ടും എന്താണ്, രണ്ടിലും ഉണ്ട് കുല്ലൻ ഫീഹി തഹ്സീല് വാജിബിൻ. ആ ഓരോന്നിലും ഉണ്ട്. ഫീഹി എന്ന് പറഞ്ഞാൽ കുല്ലിലേക്ക് അമീർ മടങ്ങുന്നത്. തഹ്സീല വാജിബിൻ, ഒരു വാജിബ് ഹാസിലാക്കുക. ഹൂത്തിബ ബിഹി, അതുകൊണ്ട് ഇവൻ ഖിതാബ് ഇടപ്പെട്ടിട്ടുണ്ട്, കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വമിൻ സമ്മ ഇത്തജഹ ഇലൻ യത്യഹുന അത്തഫ്സീലുൽ ആതി ഫീമാ ഇദാ വജഹു ബിഹദ്ദിൽ ഹൗസി അവിൽ ഖുർബി. വെള്ള ഹദ്ദിൽ ഹൗസിലുണ്ട് അല്ലെ ഹദ്ദിൽ ഖുർബിലുണ്ട്, എന്നാൽ എന്താക്കണം, പോയി കൊണ്ടുവരണം എന്ന് പറയുന്ന മസല ഉണ്ടല്ലോ, അവിടെ തഫ്സീലുണ്ട്. ആ തഫ്സീൽ ഇവിടെയും വരും. അപ്പൊ ഈ സോപ്പ് അവിടെ കിട്ടാനുള്ളത്, പീടിയ അവിടെയാണ്, പോയി കൊണ്ടുവരണോ വേണ്ടേ, ആ തഫ്സീൽ ഇവിടെയും വരുമെന്നാണ് മുത്തജിഹിനാം. ലായജിബു ഖബൂല് ഹിബത്തി ഹാദ, ഇത് ഹിബത്തായി തന്ന സോപ്പ് പോലത്തത് ഒരാൾ ഹിബത്തായി തന്ന സ്വീകരിക്കൽ നിർബന്ധമില്ല. പക്ഷെ അവിടെ വെള്ള ഹിബത്തായി തന്ന സ്വീകരിക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താ, ലി അന്ന ഫീഹ, ഈ ഹിബത്തിലുണ്ട് മിന്നത്തൻ, അതാന്ന് പറഞ്ഞാൽ സാബും പോലത്തെ, അതിൽ മിന്നത്തുണ്ട്. ബിഖിലാഫിൽ മായി, വെള്ളത്തിൽ അങ്ങനെ മിന്നത്തില്ലല്ലോ. ഓത് കൊടുക്കാൻ വെള്ളം കൊടുക്കുന്നതിൽ അങ്ങനെ മിന്നത്ത് പറയില്ല, ഞാൻ നിനക്ക് ഓത് കൊടുക്കാൻ വെള്ളം തന്നില്ലേന്ന്. പിന്നെ ഔ തവക്കഫത്താലാനഹി ഹത്തിൻ, അല്ലെങ്കിൽ അത് തവക്കുഫ എന്തിന്റെ മേലെ, ഹത്ത് ഖർസിന്റെ മേലെ ഇങ്ങനെ ചുരണ്ടിക്കളയണം. ഔ വജദഹു എന്നുള്ളതിന്റെ മേലെ അത്ത് എന്താണ്, ഫൈൻ വജദഹു എന്നതിന്റെ മേലെ അത്തുഫ എന്ന് പറഞ്ഞു. തവക്കഫത്ത് അലാ നഹ്വി ഹത്തിൻ എന്ന് പറഞ്ഞത് അത്ഫുൻ അലാ ഖൗലിഹി വജദഹു. അപ്പൊ സാബുവും കിട്ടി, എന്നാൽ അത് പറഞ്ഞ രീതിയിലൊക്കെ സംഘടിപ്പിക്കണം, അവിടെ പ്രയാസമില്ല എന്ന് പറഞ്ഞു. അസ്റു സവാലല്ല. അപ്പൊ എന്താണ്, അത് കൊണ്ടുവന്നിട്ട് കഴുകി ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞു. ഇനി ഔ തവക്കഫത്ത് അലാ നഹ്വി ഹത്തിൻ വ ഖർസിൻ ലസിമഹു. അപ്പോ വജദഹു എന്ന് പറഞ്ഞ ഫൈൻ വജദഹു എന്നല്ലേ. അപ്പൊ ഫൈൻ തവക്കഫത്ത്, ആ ഇസാലത്ത് തവക്കുഫായാൽ അലാ നഹ്വി ഹത്തിൻ വ ഖർസിൻ, ഇങ്ങനെ ചുരണ്ടി എന്താണ് കളയണം. ലസിമഹു, അവനത് നിർബന്ധമാണ്. ഹത്ത് എന്നുള്ളതിന് അത്ബ് തഫ്സീറായിരിക്കും ഖർസ് എന്ന് പറഞ്ഞത്. വ തവക്കഫത്ത് തഹാറത്തു അലൈഹി, അവനത് നിർബന്ധമാണ് എന്ന പോലെ തഹാറത്ത് ഹത്തിന്റെ മേൽ തവക്കുഫാണ്, അതിനെ ആശ്രയിച്ചിരിക്കും, ഇല്ലേ ശുദ്ധിയാവൂല. വയദ്ഹറു അന്നൽ മുറാദ അന്നൽ മദാറ ഫി തവക്കുഫി അലാ ലന്നിൽ മുതഖിരി, ഇത് അതിനെ ആശ്രയിക്കുക, അതായത് സോപ്പിട്ട് കഴിയാ പോകും എന്ന് ഇവനൊരു ധാരണ ഉണ്ടാകുക, അങ്ങനെയാണല്ലോ. അപ്പൊ ആ തവക്കുഫില് ആരെ പരിഗണിക്കുക, ഈ കഴിയുന്ന ആളെയാണോ അതെ അത് അറിയുന്ന ആളോട് ചോദിക്കണമെന്ന്, അതിന്റെ ആവശ്യമില്ല. അല്ലാതെ ലന്നിൽ മുത്തഹിരി, വസ്ത്രം കഴിയുന്ന ആൾ, ഈ മഹലിൽ കഴിയുന്ന ആളുടെ ലന്നിനെയാണ് ആശ്രയിക്കുക. അയാൾക്ക് അങ്ങനെ തോന്നിയാൽ സോപ്പ് കൊണ്ടുവന്ന് കഴിയണം. സോപ്പിട്ടിട്ടും കാര്യമില്ലാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ വേണ്ട. അങ്ങനെ വലൈഹി യദ്ഹറു അയ്ലൻ. അപ്പൊ മദാർ അതിന്റെ മേലാണ് എന്ന് പറഞ്ഞതിന്റെ മേലെടുത്താൽ വീണ്ടും എന്താണ് ലാഹിർ, എല്ലാം ബഹ്സ, അതാ അയ്ലൻ എന്ന് പറയുന്നത്. അന്ന മഹല്ലഹു ഇദാക്കാന ലഹു ഖിബ്റത്തുൻ, ഇവന് ഖിബ്റത്ത് ഉണ്ടെങ്കിലാണ്. പെണ്ണുങ്ങൾക്ക് വസ്ത്രം കഴുകിയൊക്കെ എന്താണ്, ഏത് കറയാ പോവുക, ഏത് നിറാ പോവുക, അതൊക്കെ നല്ല പരിചയം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഖിബ്റത്ത് ഉണ്ടെങ്കിലാണ് എന്താണ് ഈ മുത്തഖിറിന്റെ തന്നിനെ ആശ്രയിക്കുക. വഹീന ഇതിൻ, അങ്ങനെ ഖിബ്റത്ത് ഉണ്ടാകുമ്പോൾ ആയൽസമുഹുൽ റുജൂഉ ലി ഖൗലി ഗൈരിഹി, മറ്റൊരാളുടെ കൗലിലേക്ക് മടങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇല്ല, അവന് ഖബീർ അല്ലെങ്കിൽ സഅല ഖബീറൻ, ഖബീറായ ഒരാളോട് ചോദിക്കണം. ഇവൻ അന്ന് വസ്ത്രം അലക്കാൻ ഇറങ്ങിയതാ, അല്ലെങ്കിൽ നേഴ്സ് കഴിയാൻ പോയതാ, അപ്പൊ ഇത് പോകുന്നില്ല, അപ്പൊ ഭാര്യനോട് ചോദിക്കണം, അവർക്ക് ഖിബ്റത്ത് ഉണ്ടാവുമല്ലോ. സഅല ഖബീറൻ വയദ്ഹറു അയ്ലൻ അന്നഹു ലൗ അറഫ മിൻ മുഗയ്യിരിൻ ഷൈഅൻ ലം യുത്തരിദുഹു ഫീഹി ലിഖ്തിലാഫിൽ ലുസൂഖി ബിൽ മഹല്ലി ബിൽ അറാളി മിൻ നഅവി ഹവാഇൻ വ മിസാജിൻ എന്ന് പറഞ്ഞു. ഇനി അന്നഹു ലൗ അറഫ, ആര്, ഈ മുത്തഖിറായ ആള്,
മനസ്സിലാക്കി. മിൻ മുഗയ്യിരിൻ, മുഗയ്യിറായൊരു വസ്തു. മുഗയ്യിറായ വസ്തു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അരീഹും ലൗനും ഒക്കെ ഉള്ളൊരു വസ്തു ഉണ്ടല്ലോ, ഇപ്പൊ രക്തം അല്ലെങ്കിൽ അതുപോലത്തെ എന്താണ് ഒരു മുഗയ്യിറായ നജസ്, അതിൽ നിന്ന് ഇവൻ മനസ്സിലാക്കിയ ഷെയ്അൻ, ഒരു വസ്തുവിനെ മനസ്സിലാക്കി. അതായത് അതിന്റെ നിറം, ഈ സാധനത്തിന്റെ നിറം എന്താണ്, അങ്ങനെ പോവില്ല എന്ന് ഇവൻ മനസ്സിലാക്കി. അങ്ങനെ ഒരു സംഗതി മനസ്സിലാക്കിയല്ല യുത്തരിദുഹു, അതിനെ ഇത്രാദാക്കരുത്, എല്ലാ സ്ഥലത്തും അങ്ങനെയൊന്ന് വെക്കരുത്. യുത്തരിദുഹു ഫീഹി എന്ന് പറഞ്ഞാൽ ആ മുഗയ്യിറില് എല്ലാ സ്ഥലത്തും ആ ഷെയ്ഇനെ തത്രീദാക്കരുത്, എല്ലാ സ്ഥലത്തും അങ്ങനെ നോക്കരുത്. യുത്തരിദുഹു എന്ന് പറഞ്ഞാൽ ആ ഷെയ്ഇനെ, ഫീഹി എന്ന് പറഞ്ഞാൽ മുഗയ്യിറില്, ഇതെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. കാരണം എന്താ, ഇഖ്തിലാഫിൽ ലുസൂഖി ബിൽ മഹല്ലി, മഹല്ലുമായി ചേരുക, ഒട്ടിപ്പിടിക്കുക എന്നത് വ്യത്യാസപ്പെടും. എങ്ങനെ, ബിൽ അയറാലി, അയറാളുകളെ കൊണ്ടിട്ട്, അയരിലായ കാര്യങ്ങളെ കൊണ്ട് അത് വ്യത്യാസപ്പെടും. ഒരു മഹല്ലിൽ ഒട്ടിപ്പിടിച്ച പോലെ ആയിരിക്കുമല്ലോ വേറൊരു മഹല്ലിൽ. അങ്ങനെ തന്നെയാണ് കോട്ടൺ തുണിയിൽ രക്തത്തിന്റെ കറ പോണേ കുറച്ച് പ്രയാസമുണ്ടാവും, പോളിസ്റ്റർ തുണിയാണെങ്കിൽ വേഗം പോവും. അതന്നെ പറഞ്ഞത്. ബിൽ അയറാലി മിന്നഹവി ഹവായിൻ, ആ അയറാള് എന്താണ്, ഹവ പോലത്തത്, വായുവിന്റെ എന്താണ് സ്വാധീനം ഉണ്ടാവും. വ മിസാജിൻ, മിസാജിന്റെ സ്വാധീനം ഉണ്ടാവും. മിസാജ് എന്ന് പറഞ്ഞ മനുഷ്യപ്രകൃതിക്കാണ് മിസാജ് എന്ന് പൊതുവെ പറയുക. ഒന്നിൽ പ്രകൃതി അങ്ങനെ, അല്ലെങ്കിൽ മിസാജ് എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തു കൂട്ടിക്കലർത്തുമ്പോൾ അതിൽ ഒന്നിന് എന്തു പറയും, മിസാജ് എന്ന് പറയും. അപ്പൊ അതിന്റെ കൂടെ കൂടിയ വസ്തു എന്നും അതിനർത്ഥമാകാം. പിന്നെ അത് അയറാളാണല്ലോ, അറളാണല്ലോ. അപ്പൊ അയരിലായ വസ്തുക്കളെ കൊണ്ട് ഈ ലുസൂക്ക് വ്യത്യാസപ്പെടും. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് അങ്ങനെ മനസ്സിലായതുകൊണ്ട് മറ്റിടത്തും അങ്ങനെ നോക്കാൻ പറ്റൂല. കമാഹുവ മുഷാഹദുൻ, അത് മുഷാഹദാണെങ്കിൽ, മുഷാഹദ കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അറിയാൻ പറ്റൂല. ഇനി വഫമൽ മത്നു അന്നൽ മസ്ബൂഖ ബിൻ നജസി, നജസ് കൊണ്ട് ചായം പിടിപ്പിക്കപ്പെട്ട വസ്തു, മത്താ തയക്കനത്ത് ഫീഹി ഐനുൻ നജാസത്തി, അതില് ആ മസ്ബൂഖില് ഐനുൻ നജാസത്ത് ഉറപ്പാണെങ്കിൽ, അതെങ്ങനെ ഉറപ്പായത്, ബിയാൻ സഖുല, അത് എന്താണ് ഭാരം കൂടിയിട്ടുണ്ട്, ഈ മസ്ബൂഖായ വസ്തുവിന്റെ ഭാരം കൂടി. അപ്പൊ നജസ് കൊണ്ട് മസ്ബൂഖാവുമ്പോ ആ നജസ് അതിനവിടെ ഉണ്ടല്ലോ അല്ലെ. എന്ന പോലെ ഔ കാനത്ത് തംഫസിലുമാൽ മാ, അല്ലെ മസ്ബൂഖായ വസ്തു കഴുകുമ്പോ ഈ നജസ് മുൻഫസിലാകുന്നുണ്ട്, ഐനുൻ നജസ് മുൻഫസിലാകുന്നുണ്ട് വെള്ളത്തിന്റെ കൂടെ. എന്നാൽ ഉഷ്തുരിത്ത സവാലുഹ, ആ എന്താണ് ഐന് നീങ്ങൽ ഷർത്താണ് എന്ന് എന്ത് ചെയ്തു, മത്തിന് മനസ്സിലാക്കി തന്നു. നവാഫമൽ മത്തിനു, കാരണം അവിടെ ഐനുണ്ടല്ലോ, മസ്ബൂഖിനെ ഇസ്തിസ്ന ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അത് മനസ്സിലാക്കി. ഔ ലൗനുഹ ഔ റീഹുഹ, അതെന്തിന്റെ മേലത്തുഫ, അത് ഐനുൻ നജാസത്തി എന്നതിന്റെ മേലത്തുഫാണ്. അപ്പൊ മത്താ തയക്കനത്ത് ഫീഹി ഐനുൻ നജാസത്തി എന്നുള്ളതിന്റെ മേലത്തുഫ. അപ്പൊ എന്താവും, മത്താ തയക്കനത്ത് ഫീഹി, തയക്കന ഫീഹി ലൗനുഹ ഔ റീഹുഹ ഫഖത്ത്, ആ മസ്ബൂഖില് നജാസത്തിന്റെ ലൗന് അല്ലെ റീഹ് മാത്രമാണ് ഉറപ്പായതെങ്കിൽ അത് മാത്രം. ഇതിപ്പോ നേരത്തെ ഔകൊണ്ട് ആക്ടിഫ് ചെയ്ത, അപ്പൊ രണ്ടാലൊന്ന് എന്നാ പറയുന്നത്. രണ്ടും കൂടിയാണെങ്കിൽ പറ്റൂല എന്നതിന് ശേഷം പറയുന്നുണ്ട്. പിന്നെ അപ്പോ രണ്ടാലൊന്നാ, അത് ഔരീഹുഹ ഫഖത്ത് വഅസുറ, അത് നീക്കൽ പ്രയാസമായി. എന്നാ ഉഫിയ അൻഹു, അതിനെ തൊട്ട് അഫു ഉണ്ട് എന്ന് പറഞ്ഞു. അഫുണ്ട് എന്ന് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞ ഹഖീഖത്തിൽ മഹല്ല് ശുദ്ധിയാകും എന്നുള്ള അർത്ഥം കണ്ടോ. അവിടെ പറഞ്ഞ അങ്ങനല്ലേ, രണ്ടാലൊന്ന് ഹഖീഖത്തിൽ മഹല്ല് ശുദ്ധിയാണെന്നുള്ളതിന് ലററില്ല എന്നാ. അപ്പൊ ഈ പറഞ്ഞ അഫുവിന്റെ അർത്ഥം ആ മഹല്ല് ശുദ്ധിയാവും, അത് മാത്രം ബാക്കിയായാല്. അപ്പൊ മറ അവായില തഹാറത്തി മാലവ് സാല റീഹു സുമ്മാദാ, കണ്ടോ, റീഹ് നീങ്ങിയിട്ട് പിന്നെ മടങ്ങി എന്നാലുള്ള മസല തഹാറത്തിന്റെ ബാബിന്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെയും വരും എന്നർത്ഥം. വഫിൽ ഇസ്തിൻജായി, ഇസ്തിൻജായിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്ത് കഴിഞ്ഞിട്ടുണ്ട്, ജവാസുൽ ഇസ്തിആനത്തി ബിനഹ്വിൽ അസലി വൽ മിൽഹി, മിൽഹ അസല് പോലത്തത് എന്താണ് നജസ് കഴുകാൻ ഇസ്തിൻജായിന് ഉപയോഗിക്കാമെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെയും പറ്റും എന്ന് പറഞ്ഞാൽ അത് മത്തൂമല്ലേ എന്നുള്ളതാണ് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നത്. അസലും മിൽഹും ഒക്കെ മത്തൂമല്ലേ, മത്തൂമ കൊണ്ട് ഇസ്തിൻജാ ചെയ്യാൻ പറ്റൂലല്ലോ എന്നുള്ളതിന് അവിടെ അത് ഇസ്തിആനത്താക്കാം എന്ന പോലെ ഇവിടെ ആക്കാം എന്ന. ഇനി വഫിർരീഹി എന്താണ് ഖൗലുൻ, റീഹിൽ ഒരു കൗലുണ്ട്. എന്തുണ്ട്, അത് ലാറാക്കും എന്നൊരു കൗലുണ്ട്. ഫിർരീഹിൽ അൽ-ഉസ്രി സവാലി, സവാല് അൽ-അസിരി സവാലി, സവാല് പ്രയാസമായ, അസിർ എന്ന് സിഫത്തായിട്ട് അൽ-അസിരി സവാലി ഖൗലുൻ അന്നഹു യദുറു വഫിൽ ലൗനി വജ്ഹുൻ. കണ്ടോ,
അപ്പോ നബി റളിയല്ലാഹു അൻഹു മത്തിലിന് മിന്നാജിൽ റീഹിന്റെ കൗലേ പറഞ്ഞുള്ളൂ. പക്ഷെ ലൗലിലൊരു വജുഹുണ്ട് അയലൻ എന്ത് ലാറാക്കും എന്ന് അവിടെയുണ്ട്. മറ്റൊരു കൗലുള്ള പോലെ ഇവിടെ വജുഹുണ്ട് എന്നാ. ഇനി ഖുൽതു ഫൈൻ ബഖയാ മഅൻ അത് രണ്ടും ശേഷിച്ചു ബിമഹല്ലിൻ വാഹിദ് ഒരു സ്ഥലത്ത് ലറ അല സഹീഹി ആ സഹീഹ് അനുസരിച്ച് അത് ലാറാകും. വല്ലാഹു അലം ലിഖുവത്തി ദലാലത്തിഹിമാ അലാ ബഖാഇൽ ഐനി വനുദ്റത്തിൽ അജ്സി അൻഹുമാ ബിഖിലാഫി മാ ലൗ ബഖിയാ ബിമഹല്ലൈനി ഔ മഹല്ല മിൻ നഹ്വി സൗബിൻ വാഹിദിൻ എന്നാണ്. ഇനി അടക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.